ഓക്കെ, വെരി ഗുഡ്. കൊള്ളാം. വേണ്ട സർ, എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വേണ്ട, എനിക്കൊന്ന് പഠിച്ചു പോണം എന്ന് ആഗ്രഹമുണ്ടെന്ന് കൈവയ്ക്കുക. ഓക്കെ, രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോ ഒരു രാജ്യത്തിന് വേണ്ടത് എന്താണ്? ഇപ്പൊ നിങ്ങൾ ലോകത്തിൽ ഏറ്റവും ടോപ്പ് രാജ്യങ്ങൾ കാണുന്ന ഏതൊക്കെ രാജ്യങ്ങളാണ്? US, UK, ചൈന, അല്ലെ? ഇന്ത്യ. അതായത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് രാജ്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചിട്ടുണ്ടാ? ഇപ്പൊ US എന്ന് പറയുന്ന രാജ്യത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയും ടോപ്പ് ആയത്? എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും പറയുന്നത്? പറഞ്ഞോളൂ, ഒരാൾ പറയട്ടാ. ഞാൻ അങ്ങോട്ട് വരാം. എന്താ പറഞ്ഞത്? അത് എന്തുകൊണ്ടാണെന്നാണ്, ഡെവലപ്മെന്റ് എന്തുകൊണ്ട് വന്നു എന്നാണ് എനിക്കറിയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ യങ് ഇന്ത്യ, യങ് പോപ്പുലേഷനാണ്. നമ്മുടെ ആവറേജ് ഏജ് എത്ര പറയാം? ഇന്ത്യയുടെ ആവറേജ് ഏജ് എത്രയാണ്? വേണ്ട, നിങ്ങൾ UK-യുടെ ആവറേജ് ഏജ് പറയാം, നിങ്ങൾക്ക് അമേരിക്കയുടെ പറയാമോ, ചൈനയുടെ പറയാമോ? എല്ലാവരും എന്തായി? പ്രായമായി. എല്ലാവരും പ്രായമായി. 42 വയസ്സും 57 വയസ്സും 37 വയസ്സൊക്കെ ആവുമ്പോഴേക്ക് എന്താ ആവറേജ് ഏജ്? നമ്മുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 28 ആണ്, 29 ആണ്, അല്ലെ? ഇതാണ് നമ്മുടെ ആവറേജ് ഏജ്. ഇത് യങ് ഇന്ത്യ അല്ലേ? യങ് പോപ്പുലേഷൻ അല്ലേ? ഓക്കെ.